നേരത്തെക്കാളും ഒരുപാട് അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മെമ്മറിയുടെ കാര്യമാണെങ്കിലും 100% റിക്കവർ ആയിട്ടുണ്ട്. പപ്പയുടെ സുഹൃത്തുക്കളെയും നമ്മളെല്ലാവരെയും അതോടൊപ്പം കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരെ എല്ലാവരെയും കാണുമ്പോഴും നന്നായിട്ട് ഓർക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള വികാരങ്ങളും വേദനകളും സന്തോഷങ്ങളും അതുപോലെ തന്നെ തമാശകൾ നമ്മളിപ്പം ഈ സിനിമയെ കാണുമ്പോൾ ജോക്സ് എല്ലാ തരത്തിലുള്ള എല്ലാം വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാം പപ്പയ്ക്ക് ഇപ്പം നന്നായിട്ട് റിക്കവർ ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കിപ്പം റീസൺലി വേണമെന്ന് വെച്ചാൽ ടോക്ക് മാത്രം ഒന്ന് ശരിയായി വരേണ്ടതുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് ചെറിയ തോതിലൊക്കെ വല്ലപ്പോഴും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡ് പപ്പ ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിക്കും. പക്ഷേ അത് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ടോക്കായിട്ടില്ല. അതിനി വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവലി വരാനുള്ളൂ. പിന്നെ നടത്തത്തിൻ്റെ കാര്യമാണെങ്കിലും സപ്പോർട്ടോടു കൂടി ഇച്ചിരി ഫാസ്റ്റായിട്ടൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മൾട്ടിനാഷണൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് ഒക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ എല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. വേറെ ഒരു കാര്യത്തിന് ഇപ്പോൾ യാതൊരു ഇത് കുഴപ്പമില്ല. ഹി ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. ഓൺലി തിങ് ദാറ്റ് ഹി നീഡ് ടു ടോക്ക് ആൻഡ് വർക്ക് മോർ. ഡോക്ടേഴ്സ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 2 years വേണ്ടി വരും കംപ്ലീറ്റ് റെസ്റ്റ്. കാരണം ഇത്രയും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയതുകൊണ്ട് അത്രയും ഇഞ്ചുറീസ് ഹീലാവാനും പിന്നെ പൂർവാധികം ആ പഴയ സ്ഥിതിയിലേക്ക് നടത്തവും കാര്യങ്ങളും ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാനും സംസാരമൊക്കെ വരാൻ മിനിമം ഒരു 2 years എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ 100% ഒരു ഗ്യാരണ്ടി നമുക്ക് ഒരിക്കലും എന്തായിരുന്നാലും പറയാൻ പറ്റത്തില്ലല്ലോ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ situation. Anyway, let's go for the best. He will improve more day by day. He is improving. So it's upon Gary that is sure that he will come back with full strength. ഇപ്പം അവിടെ വെല്ലൂരിലായിരുന്നു. ഇപ്പോൾ വെല്ലൂരിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അതിനുവേണ്ടി ട്രെയിൻഡ് ആയിട്ട് ഒരാളെ മിസ്റ്റർ ബഷീർ നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ തന്നാണ് പപ്പയെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം പഴയതുപോലെ വെല്ലൂരിലുള്ള പോലെ തന്നെ എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ അത്യാവശ്യം അതിനുള്ള മെഡിസിൻസും അതെല്ലാം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ട്രൈ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളിപ്പോൾ എവിടെയാണെന്നോ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും വേണ്ടത്. നമ്മൾ തീരുമാനമൊന്നും ആയിട്ടില്ല. എനിവേ ഇറ്റ് വിൽ ബി ഡൺ.